ഹലോ ഡിയേഴ്സ്, നമുക്ക് ട്രഡീഷണലായിട്ടുള്ള ഇലയപ്പം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് എനിക്ക് ഇപ്പോൾ കുറച്ച് വാഴയില കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ നല്ലതായിട്ട് വാട്ടി ക്ലീനാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ വാഴയില. അതിന് ഞാൻ ഇലയപ്പം ഉണ്ടാക്കാനായിട്ട് തേങ്ങയും ശർക്കരപ്പാനി ഏലക്ക എല്ലാം കൂടെ മിക്സ് ചെയ്തതാണ് കേട്ടോ. ശർക്കര ഉരുക്കി അത് അരച്ച് അതിനകത്ത് തേങ്ങയൊക്കെ ഇട്ട് എല്ലാം നല്ല ഇതായിട്ട് ഡ്രൈ ആക്കി എടുത്തതാണ് കേട്ടോ. ശർക്കര ഞാൻ ഡയറക്റ്റല്ല ഉരുക്കിയിട്ട് അതിനകത്താണ് തേങ്ങ ഇട്ട് പിന്നെ ഏലക്ക ഇട്ടിട്ടുണ്ട്. അതിനകത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ ഒന്ന് നിങ്ങൾ ഇലയപ്പം ഉണ്ടാക്കി നോക്കണേ. ശർക്കരയുടെ വെള്ളമൊക്കെ വറ്റി വരുന്നത് വരെ ഞാനിങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ ഞാനിവിടെ മാവ് എടുത്തിട്ടുള്ളത് കുറച്ച് ആട്ടയും ഗോതമ്പ് മാവും പിന്നെ നമ്മൾ അരിമാവുണ്ടല്ലോ, 2 മാവ് കൂടെ പകുതി വീതം എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. എന്നിട്ട് ശർക്കരയും മാവും എല്ലാം റെഡി ആയിട്ടുണ്ട്. തേങ്ങയെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇലയൊക്കെ ഞാൻ ചെറുതായിട്ട് കട്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് ഇലയിൽ മാവും പരത്തി നമ്മൾ അരിമാവും ഗോതമ്പ് മാവും കൂടി പകുതി വീതം എടുക്കണം. അത് നല്ലതാണ് കേട്ടോ. അപ്പം നമ്മളെ ഇലയപ്പത്തിന് വേറൊരു നല്ല ടേസ്റ്റ് കിട്ടും. പിന്നെ ഇല വാട്ടിയിട്ട് ആണ് ഞാനിത് ചെയ്യുന്നത്. പരത്തി മധുരത്തിനായിട്ട് ശർക്കര അതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. ശർക്കരയും ഒരുപാട് വെക്കരുത് കേട്ടോ. ഒരുപാട് വെച്ചാൽ നമ്മൾ ആവിയൊക്കെ കയറുമ്പോഴത്തേന് ഇതെല്ലാം കൂടെ ഈർപ്പം കൊണ്ടെല്ലാം പുറത്ത് പോകും കേട്ടോ. അതുകൊണ്ട് ഞാൻ 1 സ്പൂണ് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളെ മധുരത്തിനായിട്ടുള്ള ഫില്ലിങ് എല്ലാം ഞാൻ ഇവിടെ പരത്തി എടുത്തിട്ടുണ്ട് കണ്ടോ. ഓക്കെ, ഇനി ഞാൻ ഇവിടെ ഒരു ഇഡ്ഡലി പാത്രമാണ് കേട്ടോ. ഇഡ്ഡലി പാത്രത്തിനകത്താണ് ഞാനിത് സ്റ്റീം ചെയ്തെടുക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. എല്ലാം അതിനകത്ത് പറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. പറക്കി നന്നായിട്ട് അടച്ച് ആവിയിൽ വേവിച്ചെടുക്കാം കേട്ടോ. ഒരു 10-15 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേന് നമ്മൾ ഇലയപ്പം വേവുമേ. നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം ഞാൻ എടുക്കുകയാണ് കേട്ടോ. എന്താണെന്ന് നോക്കാനായിട്ട് ഞാൻ വേറെ പാത്രത്തിലിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ അടിപൊളി ഇലയപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിങ്ങളെല്ലാവരും ഒന്ന് നോക്കണം, ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണേ. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമാണേ. ഓക്കെ, എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സഹകരിക്കണം കേട്ടോ. അടിപൊളി ഇലയപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് കേട്ടോ. നമ്മൾ ഈ ഗോതമ്പും അരിമാവോട് ചേർക്കുമ്പോഴേ